السلام عليكم ورحمة الله وبركاته. إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. ثم إلى حضرة ولي الله الحافظ محمد الهاجي نور الله مرقد. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى
واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടുതലൊരു സാലിഹായ സൽക്രമമായി നമ്മൾ സ്വീകരിക്കട്ടെ. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ, ബാപ്പ, സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ അയൽവാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന ഇൽമുകളൊക്കെ അല്ലാഹു നാഫിയാക്കി തരട്ടെ. ജീവിതത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഇഷ്ടപ്പെട്ടവരിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാമില ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, കൂടുതൽ രാമുഖ വിരസതയില്ലാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം. ദുനിയാവിൻ്റെ മേഖലയിൽ നമ്മളെല്ലാവരും പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് പടച്ച തമ്പുരാന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരമോന്നതമായ പടച്ച തമ്പുരാന്റെ സ്വർഗലോകം കരഗതമാക്കണമെന്ന ഒരൊറ്റ ചിന്തയോടുകൂടി ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ നമുക്ക് മുമ്പിലൂടെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വേദനകൾ നമ്മുടെ മുമ്പിലൂടെ നമുക്ക് കടന്നു വരാം. മാത്രമല്ല ഒരുപാട് സൗഖ്യങ്ങളും നമുക്ക് മുമ്പിലൂടെ നമുക്ക് കടന്നു വരാം. ഇതിനെയെല്ലാം താരതമ്യപ്പെടുത്തി രണ്ടും കൂടെ മനസ്സിലാക്കിക്കൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വിജയിച്ചവരിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അങ്ങനെ ദുനിയാവിൻ്റെ തൊലിക്കുമുകളിൽ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാവിധ ജീവിതത്തിൻ്റെ മേഖലകളെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ ഇഷ്ടമുള്ള, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരിൽപ്പെട്ട സ്വഹാബി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാതെ സ്നേഹമുണ്ടായിരുന്ന, അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ അവിടുത്തെ എന്ത് പറഞ്ഞാലും തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ വെച്ച് തന്നെ ഒരുപാട് അനുഗ്രഹീതമായ സ്ഥാനമാനങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ സന്തത സഹജ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടദാസനായിരുന്ന, അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണോ ജീവിതത്തിൽ തന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പാകപ്പെടുത്തിയിരുന്നത്, അതുപോലെ അതിക്കേറെ സന്തോഷത്തോടെ ആനന്ദത്തോടു കൂടി റസൂലുള്ളാഹിന്റെ ഓരോ വാക്കുകളും തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പോയിരുന്ന സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്നാൽ അതേപോലെ തന്നെ തന്റെ ഹൃദയത്തേക്ക് ദീനിന്റെ ഏറ്റവും വലിയ മാർഗങ്ങൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചെന്ന
മഹാനായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അല്ലാഹുവേ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ടല്ലോ. ആ ജനത ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുപോയിട്ടുണ്ടല്ലോ. എല്ലാവരാലും ഇഷ്ടപ്പെട്ടു പോയിരുന്ന സഹാബിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. എല്ലാവരും പേടിച്ചു പോയിരുന്നു. ഉമർ എന്ന് കേട്ടാൽ എല്ലാവർക്കും വല്ലാത്ത ഭയമായിരുന്നല്ലോ. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പടച്ചറബ്ബേ ജീവിതത്തിന്റെ ശൈലികൾ ഓരോന്നും തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിരുന്ന മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവേ ലോക ജനത ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ വിശേഷിപ്പിച്ചവരാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിരുന്ന ആളായിരുന്നല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമായിരുന്ന മഹാനവറുകളോട്, എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലോ മഹാനവറുകളോട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചുറപ്പേ തന്റെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഇങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തില് തന്റെ ഭാര്യയോടും തന്റെ കൂട്ടുകാരോടും തന്റെ കൂടപ്പിറപ്പുകളോടും എല്ലാവരോടും പടച്ചുറപ്പേ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് പെരുമാറുന്നവരാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നല്ലോ, എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നല്ലോ, വല്ലാത്ത ആബിദായ മനുഷ്യനായിരുന്നല്ലോ. അല്ലാഹുവേ എല്ലാവരോടും നല്ല സ്വഭാവമാണ്. പടച്ചു തമ്പുരാന് വല്ലാത്ത സ്നേഹമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ പടച്ചുറബ്ബേ റസൂലുള്ളാഹിനെ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത്, റസൂലുള്ളാഹിനോട് എങ്ങനെയായിരുന്നു സ്നേഹം വെച്ചിരുന്നത്, അതികേറെ സന്തോഷത്തോടെ സ്നേഹം കൊടുത്തിരുന്ന മഹാനായിരുന്നല്ലോ. അല്ലാഹുവേ പടച്ചുറബ്ബേ അങ്ങനെ അവസാനം മരണത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദുനിയാവിലെ അല്ലാഹുവേ മരണത്തിന്റെ മാലാഖ കടന്നു വരികയാണല്ലോ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്നങ്ങ് റൂഹിനെ പിടിക്കുമ്പോ അല്ലാഹുവേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്നും മരണത്തിന്റെ സമയത്തെക്കുറിച്ച് മനസ്സിലാകുകയാണ്. ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ജീവിക്കുന്നത്, കുറച്ച് സമയം മാത്രമാണ് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എനിക്ക് ആയുസ്സുള്ളത് എന്നവിടെ നിന്ന് മനസ്സിലാക്കുകയാണല്ലോ. പടച്ചുറപ്പേ എന്നിട്ടോ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നു ഭാര്യ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരുപാട് ഉപദേശങ്ങൾ തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. തന്റെ ഭാര്യയുടെ കയ്യെ പിടിച്ചിട്ടോ അവിടെ നിന്നും പറയുന്നു, ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടം വന്നിട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലും ഒരു അനിഷ്ടം നിനക്ക് വന്നിട്ടുണ്ടെങ്കിലോ എനിക്കൊന്ന് പുറത്തു തരണേ ഫാത്തിമ, എനിക്ക് പുറത്തു തരണേ ഫാത്തിമ എന്നവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് കൊണ്ട് പൊരുത്തം ചോദിക്കുകയാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. തന്റെ ഭാര്യ ഒരുപാട് അത്ഭുതപ്പെടുകയാണല്ലോ. പടച്ചുറപ്പേ എന്നിട്ട് അവിടെ നിന്നും പറയുന്നു, മോളെ ഫാത്തിമ, ഞാൻ
ഞാനിതാ മരണത്തിലേക്ക് അടുക്കുകയാണ് ഫാത്തിമ, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ് ഫാത്തിമ. അതുകൊണ്ട് ഈ റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് ഈ വാതിലടച്ചിട്ടൊന്ന് കടന്നു പോകുമോ ഫാത്തിമ? ഇതാ മനുഷ്യരല്ല, മലക്കല്ല, ജിന്നല്ല, ഒരു വിഭാഗം ഇതാ എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു ഫാത്തിമ, എന്റെ മുമ്പിലേക്ക് ഇതാ കടന്നു വരുന്നു ഫാത്തിമ. അതുകൊണ്ട് ഇവിടെ നിന്നൊന്ന് കടന്നു പോകുമോ ഫാത്തിമ? പടച്ചുറപ്പേ, ഒരു ഭർത്താവ് മരിക്കുമ്പോൾ, ഭർത്താവ് മരണപ്പെടുമ്പോൾ ഭാര്യ അടുത്തുണ്ടായിരിക്കുക, ഭാര്യ അടുത്തുണ്ടാകേണ്ട സമയമാണല്ലോ. ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹത്തോട് കൂടിയിട്ട് അടുത്തിരിക്കുന്ന സമയമാണല്ലോ. ആ സമയത്താണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും പറയുന്നത്, പൊന്നുമോളെ പുറത്തേക്കൊന്ന് കടന്നു പോകണേ, നീ പുറത്തേക്കൊന്ന് കടന്നു പോകണേ എന്ന് പറയുന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ന്റെ പൊന്നു ഭാര്യ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പടച്ചുറപ്പേ, പെട്ടെന്നതാ പുറത്തേക്കങ്ങ് കിടക്കുകയാണല്ലോ. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുക. അതാ പുറത്തിറങ്ങിയിട്ട് തന്റെ ഭർത്താവിനെ ഇങ്ങനെ വാതിലിന്റെ ഇടയിലൂടെ നോക്കുകയാണ്. അവിടെ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. അസ്റായീലിനോട് പറയുകയാ, അസ്സലാമു അലൈക്കും യാ അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറയുകയാണ്. എന്നിട്ടോ അല്ലാഹുവേ, പടച്ചറബേ, അസ്റായീലിനോട് സലാം പറഞ്ഞിട്ട് അതാ അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക ദാറുൽ ആഖിറതു നജ്അലു ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. അല്ലാഹുവേ, പടച്ചറബേ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ, ഈ ദുനിയാവിൽ നിന്നും വിട പറയുമ്പോ അല്ലാഹുവേ, മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിലെ മനോഹരമായ സൂറത്ത് പാരായണം ചെയ്യുകയാണല്ലോ. മഹാനായ മഹാനവറുകൾ ആയത്തിനെ പാരായണം ചെയ്യുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടോ അവിടെ നിന്ന് പറയുകയാണ്, അവസാനം അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുകയാണല്ലോ. എന്നിട്ട് ശരീരത്തിൽ നിന്നങ്ങ് റൂഹിവിട പറഞ്ഞിട്ട് പടച്ചറബേ, ഈമാനോട് കൂടി അങ്ങ് വിട പറയുകയാണ് ഉമ്മ, ഈമാനോട് കൂടെ അങ്ങ് വിട പറയുകയാണ് ഉമ്മ. അസ്റായീലിനോട് സലാം പറഞ്ഞു. അല്ലാഹുവേ, മനോഹരമായ പരിശുദ്ധമായ സൂറത്തിലെ ആയത്ത് ഓതുകയാണ്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവിടെ നിന്ന് പരിശുദ്ധമായ തഹ്ലീലിന്റെ മന്ത്രമങ്ങ് ഉച്ചരിക്കുകയാണല്ലോ. എന്നിട്ട് അവിടെ നിന്ന് മുഖത്തിലൂടെ മുണ്ടിട്ടിട്ട് അങ്ങ് തുണി വിരിച്ചിട്ടിട്ട് അങ്ങ് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുകയാണല്ലോ. എന്റെ ഉമ്മ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? അല്ലാഹുവേ, തന്റെ വീട്ടിൽ നിന്നതാ ഭാര്യ പൊട്ടിക്കരയുകയാണല്ലോ. സ്നേഹിക്കുന്നവർ, അനുയായികൾ മുഴുവനും അവിടെ നിന്ന് വല്ലാത്ത സങ്കടത്തിലാണ്. എല്ലാവരും അവിടെ നിന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണല്ലോ. പടച്ചറബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തെടുക്കുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് അതാ മഹാനവറുകളെ ജനാസ കൊണ്ടുപോവുകയാണല്ലോ.
പടച്ചുറപ്പേ ഖബർ വെട്ടുന്നവന്റെ സുഗന്ധം അനുഭവിക്കുകയാണ്. ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയാണ്. ഖബറിൽ വെച്ചപ്പോ വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഭാരമില്ലല്ലോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഭാരമില്ലല്ലോ. പടച്ചുറപ്പേ ഖബറിലെ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്. അല്ലാഹുവേ പടച്ചുറപ്പേ, എടാ നമ്മള് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ആർക്കറിയുമെന്നറിയോ? നിന്റെ നാട്ടിലെ പള്ളിക്കാട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ അറിയാ നിന്റെ അവസ്ഥ എന്തായിരുന്നെന്നോ. എടാ നിന്നെ കുളിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, നിന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ അറിയും നിന്റെ അവസ്ഥ എന്താണെന്നോ. നിന്റെ ഖബർ വെട്ടുന്ന നിന്റെ നാട്ടിലെ ഏറ്റവും വലിയ ഖബർ കുഴിക്കുന്നവനുണ്ടല്ലോ, അവനോട് ചോദിച്ചാൽ നിന്റെ അവസ്ഥ അവന് പറഞ്ഞു തരുമടാ, നിന്റെ അവസ്ഥ അവന് പറഞ്ഞു തരുമല്ലോ. നിന്റെ വീട്ടിൽ നിന്നും നിന്നെ പള്ളിക്കാട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, എടാ തോളിൽ വെച്ചിട്ട് നിന്നെ ചുമന്നു കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ചോദിക്കണം മോനെ. ഇന്നലെ ഇവിടുന്ന് മയ്യത്തെടുത്ത ആളുകളുണ്ടല്ലോ, ഇന്നലെ ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോയവനുണ്ടല്ലോ, അവനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റിയപ്പോ അവനെ നിങ്ങളുടെ തോളിലേക്ക് ആ കട്ടിലെടുത്തിട്ട് വെച്ചപ്പോൾ, ആറ് കാലുള്ള കട്ടിലെടുത്തിട്ട് വെച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് അവരോടൊന്ന് ചോദിക്കടാ, അവരോടൊന്ന് ചോദിക്കണടാ. എന്നാൽ അവര് പറഞ്ഞു തരും ആ മയ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന്. അതാ പടച്ചുറപ്പേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അവിടെ നിന്നും മഹാനവറുകളെ കൊണ്ടുപോവുകയാണ്. അതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. അല്ലാഹുവേ, എല്ലാവരും മഹാന്റെ പേരിൽ നമസ്കാരം നടത്തുകയാണല്ലോ. അതാ പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്തേക്ക് കഴിച്ചിട്ടോ റബ്ബേ, അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു മഹാനവറുകളെ എടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. അതാ പള്ളിക്കാട്ടിലെ ഖബറുകളെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഒരു ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. പടച്ചുറപ്പേ, അതോ എല്ലാവരും ഇങ്ങനെ ഖബറിന്റെ ചുറ്റും നിൽക്കുകയാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുത്തിട്ട് ഖബറിലേക്ക് താഴ്ത്തി അതാ പലക വെച്ചിട്ട് മൂടുകയാണ്, അതാ മണ്ണിട്ട് മൂടുകയാണ്. എന്നിട്ട് എല്ലാവരും അതാ നേരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കടന്നു വരികയാ. അവിടെ എല്ലാവരും ഇങ്ങനെ തടിച്ചു കൂടി വെക്കുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മോളെ ഫാത്തിമ, നീ ഏറ്റവും കൂടുതൽ വിഷമത്തിലിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ, നീ ഏറ്റവും കൂടുതൽ വേദനയിലിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. എന്നാലും ഞങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ളൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണം ഫാത്തിമ, അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണം ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ, പടച്ചുറപ്പ് അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ അതാ മുറ്റം നിറച്ച ആളുകളാണല്ലോ. എന്നിട്ട് അവിടെ നിന്ന് അവര് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഫാത്തിമ, ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചുറപ്പേ അതാ അവിടെ നിന്ന് അസ്റായീലിനോട് സലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലോ അല്ലാഹുവേ മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് പറയുന്ന ആയത്ത് അവിടുന്ന് ഓതിയിട്ടുണ്ടല്ലോ. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണല്ലോ ലോകത്തോട് വിട പറഞ്ഞത്. അവിടുന്ന് കുളിപ്പിക്കുമ്പോ ശരീരത്തിന് എന്തൊരു സുഗന്ധമാണ്, ഖബറിൽ വെച്ചപ്പോ എന്തൊരു സുഗന്ധമാണ്, മുഖത്ത്
നോക്കുമ്പോ എന്തൊരു പുഞ്ചിരിയാണ് ഫാത്തിമ. ഇതെല്ലാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ നിന്ന് കിട്ടാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? എന്നവിടെ നിന്നൊന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? അവിടെ നിന്നും പറഞ്ഞു കൊടുക്കുകയാ. മഹാനവരുടെ ജീവിതത്തിൽ പടച്ച തമ്പുരാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിനെ തന്റെ ഹൃദയത്തോട് വല്ലാത്ത ചേർത്ത് വെച്ചവരായിരുന്നു. ഒരു ദിവസം പടച്ച റബ്ബേ എന്റെ ജീവിതത്തിൽ ഞാനങ്ങ് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ, അല്ലാഹ് എന്ന് വിളിച്ചപ്പോൾ, എന്തോ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാനതാ അവിടുന്ന് അല്ലാഹ് എന്നവിടുന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അവിടെ നിന്ന് പടച്ച റബ്ബേ പൊട്ടിക്കരയുകയാണ്. അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണല്ലോ. അതായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ ജീവിതത്തിൽ ഏത് സമയത്തും അല്ലാഹു എന്ന ചിന്തയായിരുന്നു. ഏത് സമയത്തും അല്ല എന്ന ചിന്തയുണ്ടായിരുന്നു. ഏത് സമയത്തും പടച്ച തമ്പുരാനോടുള്ള സ്നേഹമായിരുന്നു. ഏത് സമയത്തും അല്ലാഹുവിലേക്കുള്ള ഓർമ്മയായിരുന്നല്ലോ. പടച്ചുറപ്പേ പടച്ച തമ്പുരാനെ ഓർക്കാത്ത സമയങ്ങളില്ല. ആ അല്ലാഹനെ മറക്കുന്ന സമയങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം വലിയ സ്ഥാനമാനങ്ങൾ പടച്ച തമ്പുരാനെ ദുനിയാവിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മുടെയൊക്കെ ജീവിതമെന്ന് കൊടുത്തു നോക്കണേ പ്രിയമുള്ളവരെ. എവിടെയാണ് നമുക്ക് അല്ലാഹനെ കുറിച്ചുള്ള ചിന്തയുള്ളത്? എവിടെയാണ് നമുക്ക് അല്ലാഹനെ കുറിച്ചിട്ടുള്ള ഓർമ്മയുള്ളത്? നമ്മൾ ഈ ദുനിയാവിന്റെ തൊലിക്കമ്പുകളിൽ പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് ഇഷ്ടമുള്ളത് കുടിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കമ്പുകളിൽ കളിച്ചു മറന്ന് അല്ലാഹുവിനെ മറന്നുകൊണ്ട് രസിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹനെ ഒരു നിമിഷം പോലും തന്റെ ഹൃദയത്തിലേക്ക് ഓർക്കാൻ നമ്മുടെ സമയം കാണുന്നില്ല. ആ പടച്ച തമ്പുരാനെ ഓർക്കാൻ നമ്മൾ ഒരിക്കലും തന്നെ സമയം കാണുന്നില്ലല്ലോ. അങ്ങനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ ഈ പറയുന്ന ഞാനുണ്ടല്ലോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളുണ്ടല്ലോ, അല്ലാഹനെ മറക്കുന്ന അവസരമെങ്ങാനും കടന്നു വന്നാ ആ പടച്ച തമ്പുരാനെ ഓർക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലോ അല്ലാഹു നമുക്ക് പരാജയം തരുമല്ലോ. ഏത് സമയത്തും പടച്ച തമ്പുരാൻ നമ്മെ കൂടെയുണ്ടല്ലോ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കണ്ടനാടിയേക്കാൾ നിന്നോട് അടുത്തതാണടാ. നിന്റെ ചെരുപ്പടിവാറിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് അടുത്തിട്ടുണ്ട്. ആ പടച്ച തമ്പുരാൻ നമ്മെ കൂടെയുണ്ടല്ലോ. എന്നിട്ട് പോലും അല്ലാഹനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് ഒരു 5 വഖത്ത് നമസ്കാരം പോലും പടച്ചവനെ നിർവഹിക്കാൻ മടി കാണിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയുടെ 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും കയറിയിരുന്നിട്ടോ പടച്ചറപ്പേ അന്യ പെണ്ണിന്റെ ചുക്കും ചോറ് മറിഞ്ഞിട്ടോ അവളുടെ സംസാരം കേട്ടിട്ടോ അവളുടെ കൂടെ പടച്ചറപ്പേ ഓൺലൈനായിട്ട് സംസാരങ്ങൾ നടത്തിക്കൊണ്ട് അല്ലാഹുവേ വീട്ടിന്റെ ഉള്ളറയിൽ അബ്രഹാമിന്റെ പേക്കൂത്തുകളെ കാട്ടുമ്പോ മോനെ എത്രയോ സമയമാണ് നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. എത്രയോ സമയമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. കുറഞ്ഞൊരു 5 മിനിറ്റെങ്കിലും ഒരു വക്കത്ത് നമസ്കരിക്കാൻ, ഒരു വക്കത്തെങ്ങാനും നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോടാ? നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ പൊന്നുമോനെ? പടച്ചറപ്പേ
വെറും 5 മിനിറ്റ് അല്ലടാ വേണ്ടതുള്ളൂ, ഒരു 5 മിനിറ്റ് അല്ലടാ വേണ്ടതുള്ളൂ. മണിക്കൂറുകളോളം സിനിമ കാണാൻ, മണിക്കൂറുകളോളം സീരിയൽ കാണാൻ, മണിക്കൂറുകളോളം പടച്ചുറപ്പെ ഫുട്ബോളിന്റെ കാൽപന്തിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഇതിനൊന്നും പ്രശ്നമില്ലല്ലോ, ഇതിനൊന്നും സമയം നമുക്ക് ഉണ്ടല്ലോ. അല്ലാഹുവേ 5 മിനിറ്റ് മാത്രം പടച്ച തമ്പുരാന്റെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തക്ബീർ കെട്ടാൻ ആ അല്ലാഹനെ ഒന്ന് പടച്ച റബ്ബേ തന്റെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ, നമുക്ക് വായു തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, നല്ല പാർപ്പിടം തന്ന, നല്ല വാഹനം തന്ന, നല്ല സൗകര്യങ്ങളും സൗന്ദര്യവും എല്ലാം വാരിക്കോരി നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ അല്ലാഹുണ്ടല്ലോ, നമ്മുടെ അല്ലാഹുണ്ടല്ലോ. ആ അല്ലാഹനെ ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് ഓർത്തുകൊണ്ടിരിക്കാൻ എന്റെ പൊന്നു മോനെ നീ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലാഹുവേ, ദുനിയാവിന്റെ തുടിക്കുമ്പുകളിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിജയം വരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? സദാസമയത്തും അല്ലാഹനെ ഓർത്തുകൊണ്ടിരുന്നതാണടാ. സദാസമയത്തും പടച്ച തമ്പുരാന് വേണ്ടിയിട്ട് അവിടുന്ന് ശുക്ർ ചെയ്തതാണെന്ന് അല്ലാഹുവേ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഇത്രത്തോളം സ്ഥാനമാനങ്ങൾ ലഭിച്ചത്. പടച്ചോൻ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ അവിടെ നിന്നും അതാ പടച്ചോനെ അവിടുന്ന് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറയാൻ, അസ്രാഈലിനോട് സലാം പറയാൻ മാത്രമല്ല അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തോതുകയാണ്. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ തന്റെ കൈ കൊണ്ടതാ മുഖത്തേക്കങ്ങും ആ വെള്ള തുണി അങ്ങ് വിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ട് സുഗന്ധമത ഖബറിൽ നിന്ന് ശരീരത്തിൽ നടിച്ചു വീശുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ട് എങ്ങനെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ സാധിച്ചത് എന്ന് ജനങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, ഇത്തയിലിരിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണ് തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കാൻ ദുനിയാവിൽ അള്ളാഹുവിനെ മറക്കുന്ന ഒരവസരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ഉണ്ടായിട്ടില്ല. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ച തമ്പുരാനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹദി അവിടെ നിന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാഹുവിനെ മറക്കുന്ന, അള്ളാഹുവിനെ അറിയാത്ത അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഇനി നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ ക്ലാസ് എടുത്തു കൊടുത്ത, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കടത്താത്ത വിഭാഗത്തെ കുറിച്ചിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു വിഭാഗത്തെ പടച്ചു തമ്പുരാന് സ്വർഗ്ഗം കൊടുക്കില്ല എന്നവിടുന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അന്ന റജുലൻ ഖാല വല്ലാഹു ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്, ഇന്നയാൾക്ക് ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകില്ല. അല്ലാഹുവേ പടച്ചറബേ, ഏത് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നാലും ഒരു പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ തആല قال من ذا الذي
യതഅല്ലാ അലൈഹി അല്ലാ അഗ്ഫിറ ലിഫുലാൻ. ഒരു മനുഷ്യനെങ്ങാനും പറയുകയാണ്, ഇന്നാലിന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ ചെയ്ത കാര്യം എത്ര വലിയ മോശമാണ്, എത്ര വലിയ തമ്മാടിത്തരമാണ് അവന് കാണിച്ചിട്ടുള്ളത്, അവന്റെ ജീവിതത്തിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അവൻ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് അല്ലാഹു പുറത്തു കൊടുക്കൂലല്ലോ, അത് അല്ലാഹു പുറത്തു കൊടുക്കില്ലല്ലോ. പടച്ചുറപ്പെ, അത്രത്തോളം വലിയ അപരാധമല്ലേ അവന് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നൊരാളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ലാ യഗ്ഫിറുല്ലാഹ്. ആ മനുഷ്യൻ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല. എടാ, നമ്മളൊക്കെ എത്രയോ ആളെ കുറിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നീ ചെയ്തത് വലിയ തെറ്റാണല്ലോ. ഒരാളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ചെയ്യുന്ന കാര്യം എത്ര വലിയ തെറ്റാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വലിയ മോശത്തരമാണ്, അവൻ പറയുന്നത് എത്ര വലിയ തെറ്റായ കാര്യങ്ങളാണ് എന്ന് നമ്മളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ടോ? അങ്ങനെ പറയല്ലേ. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ ഫഇന്നീ ഖദ് ഗഫർതു ലിഫുലാൻ വഅഹബത്തു അമലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആരെ കുറിച്ചാണോ നീ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല, നീ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എങ്ങാനും നമ്മൾ നാളെ കടന്നു വരുമ്പോ, എല്ലാവരും ഇങ്ങനെ പടച്ചവനെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ, എന്ന് പറയുന്ന വൻസഭയുണ്ടല്ലോ, നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ. ആകവേ പടച്ചുറപ്പേ, നരകത്തെ കൊണ്ടുവരികയാണ്, സ്വർഗത്തെ കൊണ്ടുവരികയാണല്ലോ. മീസാൻ എന്ന് പറയുന്ന ത്രാസ് അവിടേക്ക് കൊണ്ടുവരികയാണല്ലോ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ ഒരൊറ്റ ത്രാസിന്റെ വലുപ്പം എങ്ങനെയെന്നറിയോ? ഒരൊറ്റ പാത്രത്തിന്റെ വലുപ്പം എങ്ങനെയാണെന്നറിയോ? ഈ ലോകത്തെ മുഴുവൻ ആകാശത്തെയും ഭൂമിയെയും ഇങ്ങനെ നിവർത്തി വെച്ചാൽ രണ്ടിന്റെയും വലുപ്പം എത്രയാണോ, ആ രണ്ടിന്റെയും വലുപ്പം എത്രയാണോ, അതിനേക്കാൾ വലുപ്പമുള്ളതാണ് ഒരൊറ്റ പാത്രം എന്ന് പറയുന്നത്. അങ്ങനത്തെ ത്രാസ് കൊണ്ടുവന്ന് വെക്കുകയാണ്. പടച്ചുറപ്പെ, ഒരു ചാലകല സൂര്യൻ ഇങ്ങനെ കത്തുചലിക്കുകയാണ്. ഇതാ മലക്കുകൾ ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ. അതിന്റെ ഇടയിലാണ് മനുഷ്യരെല്ലാവരും നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ വല്ലാതെ പേടിച്ചുകൊണ്ട് അല്ലാഹുവേ മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ്. ചില ആളുകൾ അതാ വിയർപ്പിൽ മുങ്ങിയിട്ട് പടച്ചു തമ്പുരാൻ അവിടെ ശരീരം ഇങ്ങനെ വിയർത്തൊരിക്കുകയാണ്. ചില ആളുകളുടെ മുട്ട് വരെ, ചില ആളുകളുടെ നെരിയാണി വരെ, ചില ആളുകളുടെ ഓടി വരെ, ചില ആളുകളുടെ കഴുത്ത് വരെ, ചില ആളുകൾ ഇതാ വിയർപ്പിൽ മുങ്ങിയിട്ട് ഇങ്ങനെ താഴ്ന്നു കൊണ്ടിരിക്കുകയാണല്ലോ. അവന്റെ നന്മ തിന്മകൾ അനുസരിച്ചിട്ട് അവർക്കതാ അവിടെ പ്രയാസങ്ങൾ അല്ലാഹു കൊടുക്കുകയാണല്ലോ. ചില ആളുകളുടെ മുഖം ഇങ്ങനെ കറുത്തിട്ടുണ്ട്, ചില ആളുകളുടെ കുഷ്ഠരോഗം പിടിച്ചതുപോലെ അവന്റെ ശരീരമായിട്ടുണ്ട്. മുഖത്ത് മലയോളം വലിപ്പമുള്ള പിൻദ്വാരവും മുൻദ്വാരവുമായിട്ട് കടന്നു വരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ നാളെ പടച്ചു തമ്പുരാന്റെ മാശറയിലേക്ക് കടന്നു വരുന്ന വിഭാഗമുണ്ടല്ലോ. പട്ടിയുടെ കോലത്തില്, വായുടെ കോലത്തില്, പന്നിയുടെ കോലത്തില് പടച്ചോപ്പേ നാളെ മാശറയിലേക്ക് കടന്നു വരുന്ന വിഭാഗമുണ്ട്. അല്ലാഹുവേ, മുഖം പ്രകാശിച്ചുകൊണ്ട് സുന്ദരനായി കൊണ്ട് കടന്നു വരുന്നവരുമുണ്ടല്ലോ. അതാ ഖബറിൽ നിന്ന് എണീറ്റിട്ട് വാഹനപ്പുറത്ത് മാശറയിലേക്ക് കടന്നു വരുന്ന വിഭാഗമുണ്ട്. അല്ലാഹുവേ പടച്ചുറപ്പേ, ചില ആളുകൾ തലയിൽ വല്ലാത്ത സുഗന്ധത്തിന്റെ കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണത്തിന്റെ കിരീടങ്ങൾ വെച്ചിട്ടുണ്ട്, വെള്ളിയുടെ കിരീടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സന്തോഷത്തോടു കൂടി നാളെ പടച്ചു തമ്പുരാന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്.
അല്ലാഹുവേ പടച്ചുറപ്പേ ഇങ്ങനൊക്കെ ചില വിഭാഗങ്ങൾ കടന്നു വരുമ്പോ അതാ ഒരു വിഭാഗം ഇതാ കടന്നു വരികയാണല്ലോ. അല്ലാഹുവേ പടച്ചുറപ്പേ അവിടെ നന്മ തിന്മകൾ തൂക്കപ്പെടുകയാണല്ലോ. അവിടെ നന്മ തിന്മകൾ തൂക്കുകയാണ്. അവിടെ നന്മ തിന്മകൾ ഇങ്ങനെ തൂക്കപ്പെടുമ്പോ അതാ അല്ലാഹുവേ അവർ ഒരുപാട് നിസ്കരിച്ചവരാ, ഒരുപാട് നോമ്പെടുത്തവരാ, ഒരുപാട് സകാത്തുകൾ കൊടുത്തവരാ, ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നന്മകളെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അവിടെ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞിട്ടുണ്ട്. പടച്ചുറപ്പിന്റെ മുമ്പിൽ വന്നിട്ട് അവരിങ്ങനെ പൊട്ടിക്കരയുകയാണ്. അവര് വല്ലാതെ ഖേദിക്കുകയാണല്ലോ. അവരവിടെ നിന്ന് വല്ലാതെ ഖേദിച്ചു പോവുകയാണല്ലോ. അല്ലാഹുവേ പടച്ചുറപ്പേ ത്രാസിൽ നോക്കുമ്പോ അവിടെ ഏടുകൾ അവിടെ കയ്യിലേക്കങ്ങ് കൊടുക്കുമ്പോൾ അല്ലാഹുവേ നിസ്കരിച്ചത് കാണുന്നില്ല, നോമ്പെടുത്തത് കാണുന്നില്ല, സദഖ കൊടുത്തത് കാണുന്നില്ല, സകാത്ത് കൊടുത്തത് കാണുന്നില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്നിട്ട് പരാതി പറയുകയാ, അല്ലാഹുവേ ഞാൻ ഒരുപാട് നോമ്പെടുത്തു അല്ലാ, ഒരുപാട് സദഖകൾ കൊടുത്തിട്ടുണ്ട് അല്ലാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ് തമ്പുരാനെ. പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചപ്പോ ഞാൻ എൻ്റെ സമ്പത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാഹുവേ. മറ്റുള്ളവർക്ക് സമ്പത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാ. കൃത്യമായിട്ട് എൻ്റെ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തു വേണ്ടിയിട്ടുണ്ടോ. അതിന്റെ പുറമെ ഒരുപാട് ദാനധർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലാ. എന്നിട്ട് ഞാൻ നിസ്കരിച്ചതെവിടെ, നോമ്പെടുത്തതെവിടെ, സകാത്ത് എവിടെ, സദഖ എവിടെ? ഇതൊന്നും ഇവിടെ കാണുന്നില്ല അല്ലാ, ഇതൊന്നും ഇവിടെ കാണുന്നില്ല അല്ലാ എന്നവിടെ നിന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ അല്ലാഹുവേ പടച്ചുറപ്പേ അല്ലാഹ് എവിടെ നിന്നും പറയുകയാ, അല്ലാഹുവിടെ നിന്നും പറയുകയാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാലും മുമ്പോട്ട് കടന്നു വന്ന പെണ്ണല്ലേ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാലും മുന്നോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരനല്ലേ. അവരെ കുറ്റം പറഞ്ഞപ്പോ ഓർക്കണ്ടേയിരുന്നല്ലോ, അവരെ കളിയാക്കിയപ്പോ നീ ഓർക്കണ്ടേയിരുന്നല്ലോ. ഇന്നിതാ നിനക്ക് ഇത്രത്തോളം വലിയ പ്രയാസം നിന്റെ മുമ്പിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? നീ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയവനാണല്ലോ, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞവരാ, എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് നടന്നവനാണല്ലോ. ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഒരിക്കലും തന്നെ നീ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വരാനുണ്ട്. അന്ന് നമ്മൾ നമസ്കരിച്ചത് കാണൂല, നോമ്പെടുത്തത് കാണൂല, ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഏടുകൾ എടുത്ത് നോക്കുമ്പോൾ മുഴുവനും തിന്മ, ഏടെടുത്ത് നോക്കുമ്പോൾ മുഴുവനും തിന്മ, എല്ലാം മായിച്ച് കളഞ്ഞിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. പടച്ചോനെ ആലോചിച്ച് നോക്ക്, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാ മജ്‌ലിസിലും പോയിരുന്നവനാ, സദഖ കൊടുത്തവനാ, സകാത്ത് കൊടുത്തവനാ, ഒരുപാട് ഖുർആൻ പാരായണം നടത്തിയതാ. പരിശുദ്ധമായ റമദാൻ വന്നപ്പോൾ ഖുർആനിന്റെ മുമ്പെന്നവൻ എണീറ്റിട്ടില്ല. പക്ഷേ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ അമലുകളൊന്നും കാണുന്നില്ല, അവന്റെ അമലുകളൊന്നും തന്നെ കാണുന്നില്ല. എന്തേ കാരണം? എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലുകളെല്ലാം എടുത്തു കളഞ്ഞു, അമലുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. കാരണം എന്താ? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട അടിമകളെ ആലോചിക്കാണ് നിങ്ങൾ. പിന്നെ നമ്മൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ചെയ്യുന്ന നന്മകളൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയും. നമ്മളൊക്കെ എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. പടച്ചോനെ നീ ഞങ്ങൾക്ക് നന്മകൾ ചിന്തിക്കാനും പറയാനും തൗഫീഖ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ ഒരിക്കലും തന്നെ ഒരാളെയും കുറ്റപ്പെടുത്തരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്. തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ചിന്തകളിലൂടെ തൻ്റെ ഹൃദയത്തെ കടത്തിവിടരുത്. അങ്ങനെ കടത്തിവിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് തരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.
പടച്ച തമ്പുരാനെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഒരാളെയും വിഷമിപ്പിക്കരുത്. നമ്മുടെ കാരണങ്ങളെ കൊണ്ട് മറ്റുള്ളവർ വിഷമിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നാക്ക് കൊണ്ട് മറ്റുള്ളവർ വേദനിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്തൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരിക്കലും തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ കാരണങ്ങളെ കൊണ്ട് മറ്റൊരാൾ വേദനിക്കുക, അല്ലെ, മറ്റൊരാൾ ഇടങ്ങേറാകുക. പിന്നെ അത് നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മളെ ഒരാൾ ചീത്ത പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും നമ്മളിങ്ങനെ പറഞ്ഞു നടക്കും, അല്ലേ? ഒന്ന് ആലോചിക്കണം. അവരെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുറിച്ചിട്ടാണ് അതുപോലെ പറയുന്നതെങ്കിൽ എത്രത്തോളം വേദന ഉണ്ടാകും. ഇല്ലതാകട്ടെ ഇല്ലാത്തതാകട്ടെ, നമ്മളെ കുറിച്ചിട്ട് ഒരാൾ ഇല്ലത് പറഞ്ഞാലും നമുക്ക് വേദനിക്കൂലേ? മോശപ്പെട്ടതാണെങ്കിൽ വേദനിക്കൂലേ? എന്ന പോലെ തന്നെയാണടാ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ടും അവൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ എടുത്തു പറഞ്ഞാൽ, നമ്മളതിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നത് പോലെ തന്നെ അവരുടെ ഹൃദയം വേദനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മറ്റുള്ളവരുടെ മൈനസുകളെ മോശത്തരത്തെ നീ ചുകഞ്ഞ് അന്വേഷിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹ് നമുക്ക് ബോധം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസ് ഈ സമയത്ത് ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ ഈ ഇഖ്ബാൽ ദാരിമി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കുക. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമ്മുടെ ചാനലിൽ വന്ന് ഇൻഷാ അല്ലാഹ് ഇൽമ് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറകത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയൂ. ഒരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. أرحم الراحمين راج سيدنا يا ملك الجبار يا الله. ഞങ്ങളുടെ ഈ പുണ്യവാന മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നീ ഞങ്ങളിൽ നന്മ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, എല്ലാവിധ രക്ഷയും നീ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ പടച്ചോനെ ഇരുലോക വിജയികളിൽ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരണേ അല്ലാഹ്. എല്ലാ ദിവസവും റബ്ബേ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഈ ദുനിയാവിന്റെ ത്വരിക്കുമുകളിൽ ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവേ നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, നീ എല്ലാവിധ റഹ്മത്തും നീ ഞങ്ങളിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരാളെയും നീ വിഷമിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഞങ്ങളെ ഇരുലോക വിജയികൾ നീ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളെ രോഗത്തിൽ കടത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ഭാര്യക്ക്, ഞങ്ങളുടെ മരുമക്കൾക്ക്, ഞങ്ങളുടെ ഭർത്താവിന്റെ എല്ലാവർക്കും റബ്ബേ മോശമാകുന്ന വിഷമമാകുന്ന രീതിയിൽ ഞങ്ങളിൽ ഒരാളെയും നീ രോഗത്തിൽ കടത്തരുതേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവിധ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഓരോ സൽക്കർമ്മങ്ങൾ എല്ലാം നീ
സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ലാ. അവിടേക്ക് ഹലാലായ മുറാദുകൾ നിനക്ക് അറിയാം അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ വീട്ടണേ അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, മറ്റു ജോലികൾ, ഞങ്ങളുടെ എല്ലാവിധ സംരംഭങ്ങൾ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ ഇരുലോക വിജയികളിൽ പെടുത്തണേ അല്ലാ. അല്ലാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഖബറിലും സിറാത്തിലും ഹിസാബിലും അശ്റിലും വിജയികളിൽ പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين. إن شاء الله പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.